Is it too late to come? Oh. ഞാനിപ്പം പാസ്ത നമ്മൾ കുക്കറിലേക്ക് ഇട്ട് അതായത് ഒരു 2 ലിറ്റർ വെള്ളവുമായിട്ട് ഇതൊരു 1/4 കിലോ പാസ്തയുണ്ട്. 1/2 കിലോ ഇല്ല, 1/4 കിലോ പാസ്തയാണിത്. 1/4 കിലോ പാസ്ത വെള്ളത്തിലിട്ട് കുക്കറിനകത്തിട്ട് ഉപ്പ് വിട്ട് 1 സ്പൂൺ റൈസ് ബ്രാൻ ഓയിൽ ഒഴിച്ച് വേവിച്ചതാണ്. 2 വിസിൽ ഞാൻ അടിച്ചപ്പോഴത്തേന് ഇതുപോലെ വെന്ത് കിട്ടി, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് ഞാനത് ഊറ്റിയിട്ടതാണിത്, വെള്ളമെല്ലാം പോയി. ഒന്നുകിൽ ഇത് നമുക്ക് കട്ട് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടത്തിന് നമുക്ക് 2 or 3 ആയിട്ട് കട്ട് ചെയ്യാം. ഞാനിങ്ങനെ കട്ട് ചെയ്യാതെ തന്നെ ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോകാം. നമ്മുടെ നാടൻ എഗ് പാസ്തയുടെ ഇൻഗ്രീഡിയൻസാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം നമുക്ക് 3 മുട്ട, കോഴിമുട്ട നമ്മൾ എടുക്കണം. 1/4 കിലോ പാസ്തയ്ക്ക് 3 കോഴിമുട്ട. അതുപോലെ തന്നെ 1 കഷ്ണം ഇഞ്ചി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു. ഒരു 8 ചോള വെളുത്തുള്ളി, അത് കുഞ്ഞായിട്ട് അരിഞ്ഞു. പിന്നെ 2 പച്ചമുളക്, അതുപോലെ തന്നെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, 2 സവോള കുഞ്ഞായിട്ട് അരിഞ്ഞത്. അത് 1/4 കിലോ പാസ്തയ്ക്ക് 2 സവോള വേണം. അതാണ് ഒരു മീഡിയം സവോള 2 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞു. ഇതിൻ്റെ മസാല എന്ന് പറയുന്നത് നമ്മുടെ ഐസ്ക്രീം സ്പൂണില്ലേ, അതിന് 2 ചെറിയ സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ പട്ടയും ഗ്രാമ്പും ഏലക്കയൊക്കെ കൂടെ ചേർത്ത് പെരുംജീരകമൊക്കെ ചേർത്ത് പൊടിച്ച മസാല 2 സ്പൂൺ, അതും ആ സ്പൂണിന് തന്നെ മതി. ഇനി നമുക്കിത് കുക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ എണ്ണ, റൈസ് ബ്രാൻ ഓയിൽ നമുക്ക് വേണം, അതുപോലെ തന്നെ നെയ്യും വേണം. ഇനി നമുക്ക് കുക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ 3 മുട്ട ഒഴിച്ചിട്ട് നമ്മൾ അടിക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം മുട്ടയിലോട്ട്. ചിക്കിയെടുക്കണം, ഒഴിച്ച് ചീനച്ചട്ടിയിൽ നമുക്കിത് ചിക്കിയെടുക്കാം. അപ്പം 3 മുട്ട ചിക്കിയത് പാകമായിട്ടുണ്ട്. ഞാനത് ബൗളിലോട്ട് മാറ്റുവാണ്. ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ ചൂടാകുമ്പോഴത്തേക്കിന് 2 സ്പൂൺ റൈസ് ബ്രാൻ ഓയിൽ ഞാൻ ഒഴിക്കുന്നു. ആദ്യം നമ്മൾ 2 തണ്ട് കറിവേപ്പില, നമ്മുടെ വീട്ടിലെ കറിവേപ്പില തന്നെയാണ്. പച്ചമുളക്, അതിനുശേഷം നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇഞ്ചി, പൊടിയായിട്ടിരിഞ്ഞ ഇഞ്ചി ഇടുക. ഒന്ന് മൂത്ത് വരണം, നല്ലതായിട്ടൊന്ന് ചുമക്കുന്നത് വരെ നമ്മളൊന്ന് വഴറ്റുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് ചുമന്നപ്പോൾ നമ്മൾ നമ്മുടെ സവോള അതിനകത്തോട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് ഇളക്കി കൊടുക്കുക. സവോള ഒന്ന് വഴന്ന് വരാൻ നമുക്ക് ഇത്തിരി ഉപ്പ് ആഡ് ചെയ്യുക അതിനകത്ത്. സവോള ഒന്ന് നന്നായിട്ട് വഴന്ന് വരാൻ വേണ്ടി നമ്മളൊരു സ്വല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചേക്കുന്നത്. ഇനി ഇത് നല്ല ചുമന്ന് വരുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. അങ്ങനെ നമ്മുടെ സവോളയെ എല്ലാം നല്ലതായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതിൻ്റെ മസാല ഇട്ട് കൊടുക്കണം. അടുത്തത് അതാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എണ്ണ നമുക്ക് 1 സ്പൂണും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂണും കൂടെ നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് മസാല ആഡ് ചെയ്യാം. ആദ്യം നമ്മൾ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കൂടെ ഇല്ലേ, അത് നമ്മളിട്ടു. അതിൻ്റെ കൂടെ നമ്മൾ മസാലപ്പൊടി ആഡ് ചെയ്തു. മസാലപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെയാണ് ആഡ് ചെയ്തത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ചേർത്ത് കൊടുക്കാം. സവോള എല്ലാം കൂടെ ചേർത്ത് നമുക്ക് വഴറ്റാം. നല്ല സ്മെല്ല് വരണം. ഞാൻ തവിടെണ്ണയിലാണ് കുക്ക് ചെയ്യുന്നത്. തവിടെണ്ണ എന്ന് പറയുന്നത്
നമ്മുടെ കൊളസ്ട്രോൾ ലെവലിനെ താഴ്ത്തുന്നതാണ് നമ്മുടെ തവിടെണ്ണ. മോദിക്കെയറിൻ്റെ സൂപ്പർ തവിടെണ്ണയാണ്. നമുക്ക് BP-ക്ക് നല്ലതാണ്, കൊളസ്ട്രോളിന് നല്ലതാണ്, നമ്മുടെ നോർമലാകാൻ, ഇതെല്ലാം ശരീരത്തിലെ ഓർഗൻസ് എല്ലാം നോർമലാകാൻ നമ്മുടെ തവിടെണ്ണ ഏറ്റവും നല്ലതാണ്. ഞാൻ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് തവിടെണ്ണയാണ് വർഷങ്ങളായിട്ട്. ഓക്കെ, അപ്പോൾ ഇത് മെറൂൺ ഷെയ്ഡായി. ഇനി നമുക്ക് തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ തക്കാളി നമ്മൾ ഇട്ട് കൊടുക്കുക. അതൊന്ന് നന്നായിട്ട് മെൽറ്റാവണം തക്കാളി. അടുത്ത നമുക്ക് ഇതേ നന്നായിട്ട് വഴഞ്ഞ് ചുമന്ന് നല്ല മെറൂൺ ഷെയ്ഡായി നന്നായിട്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട്. നമുക്കിനി പാസ്ത ഇട്ട് കൊടുക്കാം. സോസ് ഞാനതൊരു കപ്പ് എടുത്തിട്ടുണ്ട്. ആ കപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഇതിനെ രുചികരമാക്കുന്നത്. ഇത് വളരെ ടേസ്റ്റി ഫുഡാണ്, ഹെൽത്തി ഫുഡാണ്. ഇത് നമ്മുടെ പിള്ളേർക്കും മക്കൾക്കൊക്കെ കൊടുക്കാൻ നമുക്ക് തന്നെ കഴിക്കാം. ആരോഗ്യകരമായ പാസ്തയാണിത്. വീറ്റാണ്, പ്യുവർ വീറ്റ് ഗോതമ്പാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റൊമക്കിനൊന്നും കേട് വരത്തില്ല. മോഡിക്കേണ്ട പാസ്ത അത്രയേറെ രുചികരമാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പാസ്ത വെച്ച് നമ്മൾ പായസം ഉണ്ടാക്കിയില്ലേ, ഇത് ഡിഷാണ്. ഇത് വളരെ ഞാൻ വീട്ടിൽ എപ്പോഴും പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പാസ്തയാണ്. ഇങ്ങനെ ഹെൽത്ത് നന്നായിട്ടിരിക്കും, സ്റ്റൊമക്കുമൊക്കെ നല്ല ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഇത് കഴിച്ചു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റിയാണ്. ഇനി നമുക്കിതൊന്ന് പിടിക്കാം, ജസ്റ്റ് ഒന്ന് തട്ടിപ്പൊത്തി വെക്കാം. നമുക്കൊരു സ്വല്പം കൂടെ നെയ്യ് തൂവി കൊടുക്കാം. മതി. പാസ്ത റെഡിന് നമുക്ക് സെർവ് ചെയ്യാം. ഞാൻ ഇത്തിരി മല്ലിയില തൂവി കൊടുക്കുന്നു. അപ്പം എല്ലാവരും പരീക്ഷിക്കണം ഈ പാസ്ത. ഇപ്പം നമ്മൾ സെർവ് ചെയ്യുന്നതാണ്. എല്ലാവരും വീട്ടിൽ ചെയ്യണം. നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ടോ അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ പ്രോഡക്റ്റുകളെല്ലാം എടുത്താണ് നമ്മളിത് ചെയ്യുന്നത്. സവോളയായാലും പച്ചമുളകായാലും ഒക്കെ എല്ലാം നമ്മുടെ വീട്ടിൽ സാധാരണ ക്യാപ്സിക്കം ഒക്കെ വെച്ചാണ് ഇത് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലെ പച്ചമുളക് കൊണ്ട് തന്നെ നമ്മളിത് ചെയ്തതാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഓക്കെ, ഇവിടെ റെഡിയാണ്. നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റിനെ കൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിക്കാം എങ്ങനെയുണ്ടെന്ന് പറയട്ടെ. ടിനു കഴിക്കൂ. കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് പറയാം. കൊള്ളില്ലെങ്കിൽ കൊള്ളില്ലെന്ന് പറയും കേട്ടോ, കുഴപ്പമില്ലല്ലോ. ഇല്ല, എങ്ങനെയുണ്ട് ടിനു? കുട്ടികൾക്കൊക്കെ നല്ല ആരോഗ്യപ്രദമായ ഒരു ഡിഷല്ലേ ഇത്. മുട്ടയുണ്ട്, നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. നമ്മുടെ സൈറ്റ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹെൽത്തിയിലൂടെ ടേസ്റ്റിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പറാ. താങ്ക് യു കല്യാണി, താങ്ക് യു. അപ്പോൾ നമ്മൾ പാസ്ത ടേസ്റ്റ് ചെയ്തു. നല്ലതല്ലായിരുന്നോ? അതായത് നാടൻ എഗ് പാസ്ത നമ്മൾ ടേസ്റ്റ് ചെയ്തു അല്ലേ. ഇനി ഞാൻ പറയുന്നത്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഉടൻ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.